അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ പാദവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകക്കൂറ്. ഇവരുടെ ലഗ്നത്തിലാണ് വ്യാഴവും ശുക്രനും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് ഇവർക്കുള്ളത്. എല്ലാ കാര്യങ്ങൾക്കും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുമൊക്കെ വളരെ വലിയ പിന്തുണ ഒരു ഈശ്വരാനുഗ്രഹം ഉള്ളതായിട്ട് കാണാവുന്നതാണ്. ജോലിയും ഒക്കെ ചെയ്യുന്നവർക്ക് മേലധികാരികളിൽ നിന്നും അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്നും വേണ്ടത്ര അംഗീകാരവും ഉയർച്ചയും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലും അവർക്ക് കൂടുതൽ വളർച്ചയും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അഥവാ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടുക, അല്ലെന്നുണ്ടെങ്കിൽ പുതിയ നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാക്കുക, ഇതിനൊക്കെയും അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തികമായിട്ട് വളരെ നല്ല കാലമാണ്. സാമ്പത്തിക പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നിക്ഷേപങ്ങൾ നടത്താൻ ഭൂമി, അതുപോലെ വാഹനം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഒക്കെ നിക്ഷേപങ്ങൾ നടത്താനും കുടുംബസ്വത്ത് സംബന്ധിച്ച് തീരുമാനമുണ്ടായി അതിൽ നിന്നുള്ള ധനലാഭമുണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. ഇത് ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളും ഭാവിയിലേക്കും അനുകൂലമായിട്ടും അഥവാ അതുകൊണ്ട് വളരെ ഗുണപ്രദമായിരിക്കും എന്നും മനസ്സിലാക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ടും മെച്ചപ്പെട്ട കാലമാണ്. മറ്റ് രോഗങ്ങൾ ഒന്നും വരാൻ സാധ്യതയില്ല. പഴയതായിട്ടുണ്ടായിരുന്ന ചില അസ്വസ്ഥതകളും പ്രയാസങ്ങളും അത് രോഗം ആയിട്ട് പരിണമിച്ചവയും ഒക്കെ ഇപ്പോൾ മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കുടുംബത്തിൽ സന്തോഷത്തോടു കൂടിയുള്ള ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. പുതിയ ചില നൂതന വാർത്തകളും ഒക്കെ സന്തോഷം നൽകുന്നതായിട്ടുള്ള വാർത്തകളും ഒക്കെ ഉണ്ടാകാം. കുടുംബത്തിൽ വിവാഹം നടക്കുക, അല്ലെങ്കിൽ ഗൃഹപ്രവേശം ഒക്കെ നടക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കുടുംബത്തിൽ പൊതുവെ ഉണ്ടാകും. അതുമൂലമുണ്ടാകുന്ന സന്തോഷവും കൂട്ടായ്മയും കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യത കാണുന്ന സമയമാണ്. ഇവർക്ക് ഒരു പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ മഞ്ഞ പട്ടുടയാട ശ്രീകൃഷ്ണന് സമർപ്പിക്കുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വർദ്ധിക്കാൻ നല്ലതാണ്.